ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഷിജിയേട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ കാണാം കേട്ടോ. April 9th ബർത്ത്ഡേ, പക്ഷെ ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങൾ നടത്തിയത് ഈവനിങ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ നാട്ടിലായിരുന്നു, അപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തോടെ വെയിലൊക്കെ ഒന്ന് പോയ സമയത്തായിരുന്നു അങ്ങനെ ഇതാ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത കേക്കായിരുന്നു. കേക്ക് എങ്ങനെയുണ്ട്? നല്ലയില്ലേ കാണാൻ? ഉള്ളിൽ നല്ല മാംഗോ ഫ്ലേവറൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല, കാരണം എന്തോ നമ്മൾ സിറപ്പ് കുടിക്കുന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. എന്നൊന്നും കുഴപ്പമില്ല. എല്ലാവരും വന്നപ്പോൾ കേക്ക് മുറിക്കാൻ നിൽക്കുന്ന സീനായിട്ടുണ്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഷിജിയേട്ടൻ നിർബന്ധിച്ചപ്പോൾ ഞാനും പോയി കേക്ക് മുറിക്കാന്നൊക്കെ പറയാം. പിന്നെ ഷിജിയേട്ടനൊന്ന് വെട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കേക്ക് മുറിക്കാനൊന്നും വിട്ടില്ല. ഞാൻ തന്നെ വേഗം വെട്ടി വായിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ എനിക്കും ഷിജിയേട്ടൻ കേക്കൊക്കെ വായിൽ വെച്ച് തന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കുന്നതും അതിൻ്റെ ഫോട്ടോന് പോസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ ഷിജിയേട്ടനൊരു ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അത് കുഞ്ഞായിരുന്നു അന്നത്തെ ഒരു ബഡ്ജറ്റിൽ. അപ്പം ഞാനത് കുറച്ച് വലിയൊരു സിൽവറിൻ്റെ ബ്രേസ്ലെറ്റാണ് കേട്ടോ. ഞാൻ കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? രസമില്ലേ? എൻ്റെ റൗണ്ട് കൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഷിജിയേട്ടൻ്റെ അമ്മയും അച്ഛനും വന്ന് കേക്കൊക്കെ കൊടുത്തു. ഇതാണ് ഷിജിയേട്ടൻ്റെ അമ്മയും അച്ഛനും കേട്ടോ. ഇവർ രണ്ടാളുമാണ് കേട്ടോ ഷിജിയേട്ടൻ്റെ സിസ്റ്റേഴ്സ്. അങ്ങനെ ഇവർ രണ്ടാളും കേക്കൊക്കെ കൊടുത്തു. പിന്നെ ഈ കാണുന്ന രണ്ടുപേരും എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അച്ഛൻ വന്നു കേക്ക് കൊടുത്തു പോയി. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര മടിയായി ക്യാമറയുടെ മുമ്പിൽ വരാനൊക്കെ. എന്നാലും വന്നു കേക്ക് കൊടുത്തു പോയി. ഇതാണ് കേട്ടോ എൻ്റെ അമ്മമ്മ. എൻ്റെ അമ്മയുടെ അമ്മയാണ്. പക്ഷെ ആരെപ്പോലെയും കാണുന്ന പോലൊന്നുമല്ല, ഭയങ്കര റോക്സാ. കണ്ടില്ലേ കേക്കൊക്കെ ഷിജിയേട്ടൻ്റെ മുഖത്താക്കി കൊടുക്കുന്നത്. ആള് ചില്ലാണിപ്പോഴും. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എല്ലാവരെയും കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടപ്പെട്ടവരാണ്. എൻ്റെ ഫാമിലിയിലുള്ളവരും ഷിജിയേട്ടൻ്റെ ഫാമിലിയിലുള്ളവരും എല്ലാവരുമാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് കേട്ടോ വിളിച്ചിരിക്കുന്നത്. കേക്ക് കട്ടിയാലൊക്കെ പിന്നെയും തകൃതിയായിട്ട് തുടരുന്നുണ്ട്. ഇതെൻ്റെ മാമൻ്റെ മോനാണ് റിച്ചു. പിന്നെ ചെറുത് എൻ്റെ ആൻറ്റിയുടെ മോനുമാണ് കേട്ടോ, ആരുക്കുട്ടൻ ആണ് എൻ്റെ ആൻറ്റിയുടെ മോള് നിരുക്ത. ഓക്കെ, ഞാൻ നിത്ത എന്നാണ് വിളിക്കാറ്. പിന്നെ സ്നേഹം കൂടുമ്പോൾ ചീരൂന്ന് വിളിക്കും. ഇവളെയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത കുഞ്ഞ്. ഇവളിലാണ് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എടുക്കുക ഒക്കെ പഠിച്ചത് ഇവളാണ്. പക്ഷെ നോക്കിയേ, ഇവളിപ്പം ഇന്ന് എന്നെക്കാണോ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മയൂട്ടിനെ എല്ലാവർക്കും അറിയാലോ അല്ലേ. കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വീട്ടിൽ പോകാനുള്ളതാണ്, ദൂരം ഉണ്ടല്ലോ. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഷിജിയേട്ടൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ ഫുഡ് ബിരിയാണിയും പിന്നെ പായസവും ആയിരുന്നു. പിന്നെ ഞങ്ങളും കൂടെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല. നേരെ റൂമിലേക്ക് പോയിട്ട് ഓരോരുത്തർ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. ഒട്ടുമിക്കൊന്നും ഡ്രസ്സായിരുന്നു. ഡ്രസ്സൊക്കെ നോക്കി എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പിന്നെ മയൂട്ടിയുടെ വക ചോക്ലേറ്റും പിന്നെ അതുകൂടാതെ അവളുടെ കലാവിരുദ്ധം ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഹാപ്പി ബർത്ത്ഡേ ഷിജിയേട്ടാന്ന്. ഒത്തിരി ഇഷ്ടമായിട്ടോ. ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടാതെ ഇന്ന് ഞങ്ങളുടെ 1K സെലിബ്രേഷൻ കൂടി ആയിരുന്നു കേട്ടോ. 1000 സബ്സ്ക്രൈബേഴ്സ് ആയതും ഷിജിയേട്ടനെ ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. 1K സെലിബ്രേഷൻ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഡു ചെക്ക് ഔട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.